തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ SFI പ്രവർത്തകർ മർദ്ദിച്ച കേസിൽ മർദ്ദനത്തെ ന്യായീകരിച്ച് KSU വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ. പോലീസിലെ ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. കാക്കി ആരെയും ആക്രമിക്കാനോ മർദ്ദിക്കാനോ ഉള്ള ലൈസൻസ് അല്ല, കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല മാളിലും കിട്ടുമെന്ന് അരുൺ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിനിൽ ലീലാസാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിനിൽ, എന്തായാലും ഇക്കാര്യത്തിൽ SFIയും KSUവും ഒക്കെ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണിപ്പോൾ ഈ അരുൺ രാജേന്ദ്രൻ കുറിച്ചിരിക്കുന്നത്? സ്വാതി, SFI ഇന്നലെയാണ് SFI പ്രവർത്തകർ മാളിൽ വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇപ്പോൾ മർദ്ദിച്ച SFI പ്രവർത്തകർ പിന്തുണച്ചാണ് അരുൺ രാജേന്ദ്രന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അരുൺ രാജേന്ദ്രൻ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പൊ ആ പോസ്റ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: SFI പ്രവർത്തകനായിട്ടല്ല അന്ന് ഈ പുതുവത്സര ദിനം ശംഖുമുഖത്ത് ഈ ആൾ പോയത്. അതിലാണ് ഇപ്പോൾ അന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ആ മർദ്ദനത്തെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. തലയ്ക്ക് ലാത്തി കൊണ്ടാണ് അന്ന് അടിച്ചത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തതാണ്. ഈ കാക്കിയും ലാത്തിയും കൊണ്ടും ദാശരഥി ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന ആൾക്കുള്ള മറുപടിയാണ് ഇത് എന്നാണ് അഭിപ്രായമെന്നാണ് അരുൺ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടത്തും KSU പ്രവർത്തകരെയും സമാനമായ പോലീസ് ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണത്തിന് സമാനമായി തന്നെയാണെന്ന് ശംഖുമുഖത്തും ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ ശരി ബിനിൽ, എന്തായാലും ഈ വിഷയത്തിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യത്തിലാണ് അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാം. വരുന്ന ദിവസങ്ങളിൽ എത്ര പരാതി വന്നിട്ടുണ്ട്, ആ പരാതികൾ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കാം. അതെ, ഞാൻ പറഞ്ഞല്ലേ, കാക്കി ചട്ടയിടുന്ന ഒരു കാക്കി ചട്ടയിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത ഡ്യൂട്ടി ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലാൻഡ് ഓർഡർ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അനാവശ്യമായിട്ട് അവരുടെ പിന്നിൽ പോകുന്നത് ആരായാലും നമ്മൾ നടപടിയെടുക്കും. അതിൽ സുരക്ഷ ഒതുക്കും, നടപടിയെടുക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ വേണ്ടിയ നിയമസഹായങ്ങളും പിന്തുണയും നൽകും. ഈ പോലീസുകാർ നേരത്തെ എന്തെങ്കിലും ശംഖുമുഖത്തുണ്ടായ പ്രശ്നമല്ലാതെ എന്തെങ്കിലും മോശം സ്വഭാവമുള്ള ആളാണ്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ നേരത്തെപ്പെട്ടിട്ടുണ്ടായിരുന്നു? മറ്റു പരാതികളുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ആ കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് SFIക്കാർ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുകയാണ്. അതിലാണിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് മാധ്യമങ്ങളെ കണ്ടത്. കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം.